CPM-ന്റെ കേഡർ വോട്ടുകളടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യിലേക്ക് പോയതിന് പിന്നാലെയാണ് സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായുള്ള കണ്ണൂർ CPM-ലെ ക്രിമിനൽ ബന്ധം പുറത്തായത്. കണ്ണൂരിൽ CPM നേരിടുന്ന കടുത്ത പ്രതിസന്ധി മുതലെടുത്ത് പാർട്ടി ഗ്രാമങ്ങളിലേക്ക് കടന്നു കയറാനാണ് BJP-യുടെ തീരുമാനം. ഇന്നലെ കൊച്ചിയിൽ ചേർന്ന ഭാരവാഹി യോഗം ഇതിനുള്ള ചുമതല ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസിന് നൽകി. തലശ്ശേരിയിൽ നിന്നുള്ള PK കൃഷ്ണദാസിന് കണ്ണൂരിലുള്ള വലിയ വ്യക്തിബന്ധങ്ങൾ കൂടി മനസ്സിൽ കണ്ടാണ് നേതൃത്വത്തിന്റെ തീരുമാനം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ CPM ഗ്രാമങ്ങളിൽ കടന്നു ചെല്ലാൻ BJP-ക്ക് ശക്തി പകരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനമാണ്. കണ്ണൂർ ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലും BJP-ക്ക് ഇത്തവണ വോട്ട് കൂടി. അതും 80,256 വോട്ടുകളാണ് വർദ്ധിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടം മണ്ഡലത്തിലും ബൂത്തിലും BJP വോട്ട് ഇരട്ടിയാക്കി. CPM-ന്റെ കേഡർ വോട്ട് പോലും താമര ചിഹ്നത്തിൽ വീണതിനാൽ കണ്ണൂരിലെ പ്രതിസന്ധി BJP-ക്ക് അനുകൂലമാണെന്ന് നേതൃത്വം വിലയിരുത്തുന്നു. CPM-ലെ ക്രിമിനൽ ബന്ധമുള്ള സംഘവും ആശയപരമായി നിലകൊള്ളുന്ന സംഘവും രണ്ട് തട്ടിലായതിനാൽ പാർട്ടി ഗ്രാമങ്ങളിൽ രാഷ്ട്രീയം പറയാൻ ഇടമുണ്ടെന്ന് BJP കണക്കുകൂട്ടുന്നു. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ അനുവദിക്കില്ല എന്നുള്ള സമീപനം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഞങ്ങളുടെ പ്രവർത്തനം കേരളത്തിലെ 25,000-ലധികം ബൂത്തുകളിലും വ്യാപിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. CPM-ന്റെ തളർച്ച BJP-ക്ക് വളമാണെന്ന് BJP നേതൃത്വം വിലയിരുത്തി കഴിഞ്ഞു. CPM-ന്റെ അടിസ്ഥാന ഹിന്ദു വോട്ടുകളാണ് BJP-യിലേക്ക് ചോർന്നെത്തിയത്. CPM കേഡറുകൾ പാർട്ടിയെ പാഠം പഠിപ്പിക്കാൻ വോട്ട് മാറ്റിക്കുത്തിയതാകാം. പക്ഷേ മാറി വന്ന വോട്ടുകൾ BJP-ക്ക് പിടിച്ചു നിർത്തേണ്ടതുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് ഞങ്ങളുടെ ജനപിന്തുണ അത് വർദ്ധിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോവുകയാണ്. CPM ഗ്രാമങ്ങളിൽ ആശയപ്രചരണത്തിലൂടെ ഇടപെടാനാണ് നീക്കം. അവിടുത്തെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് കടന്നു ചെല്ലാനാണ് പ്ലാൻ. ജൂലൈ 20-ന് BJP നേതൃത്വം വീണ്ടും യോഗം ചേർന്ന് കണ്ണൂരിൽ BJP-യുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ തീരുമാനിക്കും. CPM ഗ്രാമങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനവുമായി ഇറങ്ങിച്ചെല്ലുന്നത് സംഘർഷങ്ങൾക്ക് വഴിവെക്കാം. എന്നാൽ പ്രാദേശികമായി ജനങ്ങളെ അണിനിരത്തിയാൽ മുന്നോട്ട് പോകാമെന്നാണ് കണക്കുകൂട്ടൽ. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.